ഹലോ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ബ്രയോഫൈറ്റിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ബ്രയോഫൈറ്റിൻ്റെ ജനറൽ ക്യാരക്ടറുകളും അതുപോലെ ടൈപ്പ് സ്റ്റഡിയിൽ റിക്സിയയുടെ മോർഫോളജിയും അനാട്ടമിയും ഇത് രണ്ടുമാണ് നോക്കിയത്. മോർഫോളജി എങ്ങനെയാണെന്നും അനാട്ടമി എങ്ങനെയാണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ഈ ഒരു പാർട്ടിൽ റിക്സിയയിൽ തന്നെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ലൈഫിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയും. ലൈഫിനെ നമ്മളങ്ങനെ ഡിഫൈൻ ചെയ്യാറുമുണ്ട്. ജനിക്കുകയും അതുപോലെ സർവൈവ് ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, മരിക്കുക, ഇതൊക്കെ മെയിനായിട്ടും ഒരു ലൈഫ് ഫോം ചെയ്യുന്ന ഒരു കാര്യം എന്ന നിലയ്ക്ക് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറൽ കാര്യങ്ങളല്ല റിക്സിയുടെ മനസ്സിലാക്കി ശ്രദ്ധിക്കുക, എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, റിക്സിയുടെ ജനറൽ ക്യാരക്ടറൊക്കെ പറഞ്ഞ കൂടെ തന്നെ പറഞ്ഞിരുന്നു, റിക്സിയ മെയിനായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് മാർഗ്ഗത്തിലൂടെയാണ്. ഒന്ന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ സെക്ഷുവൽ മെത്തേഡ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ, സെക്ഷുവൽ മെത്തേഡ്. പക്ഷേ റിക്സി അത് ഷോ ചെയ്യുന്നില്ല. മെയിനായിട്ടും വെജിറ്റേറ്റീവും സെക്ഷുവൽ മെത്തേഡുമാണ്. എന്താണ് വെജിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, സെക്ഷുവൽ സെൽസ് അല്ലെങ്കിൽ ഗമേറ്റ്സ് ഉൾപ്പെടുന്ന ടൈപ്പ്, അത് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടൊക്കെ ഫോം ചെയ്യുന്ന കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷനാണ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതല്ല, സെക്ഷുവൽ സെല്ലുകളല്ലാത്ത മറ്റ് സെല്ലുകൾ, മറ്റേത് സെല്ലും ആകാം, സൊമാറ്റിക് സെല്ലുകളായിട്ടുള്ള അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സെല്ലുകളായ റൂട്ടിൻ്റെ സെല്ലോ അല്ലെങ്കിൽ അതിൻ്റെ താരസിൻ്റെ സെല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു സെല്ല് റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുകയാണ്. അങ്ങനത്തെ കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ നമ്മൾ പറയുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, റിക്സിയ മെയിൻലി രണ്ട് മോഡ് ഓഫ് റീപ്രൊഡക്ഷനാണ് കാണിക്കുന്നത്. ഒന്ന് വെജിറ്റേറ്റീവും, രണ്ട് സെക്ഷുവൽ മെത്തേഡും. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഒക്കർ യൂഷ്വലി ആഫ്റ്റർ എ certain സ്റ്റേജ് ഓഫ് മെച്യൂരിറ്റി ഓർ റെയർലി ഡ്യൂ ടു എ സഡൻ ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു certain സ്റ്റേജിലെത്തണം. അതായത് ഒരു ചെറിയൊരു പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്ത് വളർന്ന് ഒരു certain സ്റ്റേജിൽ എത്തിയതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ സെക്ഷുവൽ മെച്യൂരിറ്റി കിട്ടുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ആ സെക്ഷുവൽ മെച്യൂരിറ്റിയിൽ എത്തിയതിന് ശേഷം മാത്രമേ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വേണം. ഏതായിരിക്കും ഫേവറബിൾ കണ്ടീഷൻ? നമ്മൾ പറഞ്ഞിരുന്നു, ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡമാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് വാട്ടർ വേണം. സെക്ഷുവൽ റീപ്രൊഡക്ഷന് മെയിനായിട്ടും വാട്ടർ ഉണ്ടെങ്കിലേ സംഭവിക്കത്തുള്ളൂ. സോ അതാണ് ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫേവറബിൾ റെയിനി സീസണിലൊക്കെ ആയിരിക്കും ഇവ കൂടുതലായിട്ടും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നില്ലെങ്കിലും ഇവയ്ക്കും റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് സെക്ഷുവലി അല്ലാതെ മറ്റ് മെത്തേഡുകൾ അവരെ ആശ്രയിക്കുന്നത്. അതിൽ വരുന്നതാണ് വെജിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ മെയിൻലി ഒരു 5 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനാണ് റിക്സിയ കാണിക്കുന്നത്, നമുക്ക് നമ്മുടെ അറിവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ബൈ പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഓൾഡർ. ഇതൊരു റീപ്രൊഡക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു സെൻസിൽ പറയുകയാണെങ്കിൽ. കാരണം സാധാരണ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു പേരൻറ്റിൽ നിന്നും മറ്റ് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകുന്നു, ഒന്നോ അതിലധികമോ ഓഫ് സ്പ്രിങ്സുകൾ ഉണ്ടാകുന്നു. അങ്ങനെ കൈൻഡ് ഓഫ് ഒരു ഇങ്ങനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് മീൻ ചെയ്യുന്നത് നോർമലി. ബട്ട് ഇവിടെ നോക്കുക, ഇതിന് പറയുന്നത് ബൈ പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഓൾഡർ. അതൊരു കോമൺ മെത്തേഡാണ്, റിക്സിയ നടക്കുന്നൊരു കോമൺ മെത്തേഡാണ്. എന്താണെന്ന് വെച്ചാൽ ഓൾഡർ ആയിട്ടുള്ള പാർട്ടുകൾ നശിക്കുന്നു, മീൻസ് പേരൻസ് നശിക്കുന്നു എന്ന് നമുക്ക് വേണേൽ പറയാം. അത് പ്രായമാകുന്നതോറും അതിൻ്റെ ഗ്രാജുവലി ഡൈക്കോട്ടമസ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ നശിച്ചിട്ട് ബാക്കിയുള്ള ന്യൂ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ബ്രാഞ്ച് അല്ലെങ്കിൽ ആ ഡൈക്കോട്ടമിയുടെ പോയിന്റിൽ വെച്ചിട്ട് ആ താലസ് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് ബ്രാഞ്ചായിട്ട് അല്ലെങ്കിൽ രണ്ട് ന്യൂ താലസായിട്ട് ഗ്രോ ചെയ്യുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഡൈക്കോട്ടമസിനെ മനസ്സിലാക്കാൻ രീതിക്കൊരു വൈ ഷേപ്പ് മനസ്സിലാക്കുക. അപ്പോൾ വൈ ഷേപ്പിൽ ആ വൈയുടെ വാൽ ഭാഗമായിട്ടുള്ളതാണ് ഓൾഡർ പാർട്ട്. ആ ഓൾഡർ പാർട്ട് നശിക്കുന്നു, ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. മിച്ചം ഒരു വി ഷേപ്പ് സ്ട്രക്ചർ നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ വിയുടെ രണ്ട് ലൈനും വന്ന് മുട്ടുന്ന ആ ഒരു പോയിൻ്റ് അവിടെ വെച്ചിട്ട് അതെന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ടും ഓരോ ന്യൂ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ന്യൂ താലസായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷനാണ് വെജിറ്റേറ്റീവ് സ്ട്രക്ചറിൽ ഏറ്റവും കോമൺ ആയിട്ട് റിക്സിയ കാണിക്കുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾഡർ പാർട്ട്, ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ആയിട്ട് കിടക്കുന്ന ഒരു താലസിലെ ഓൾഡർ പാർട്ട് ഗ്രാജുവലി
എന്താ ഫ്രാഗ്മെൻ്റ് അല്ല ഡെത്ത് ആവുന്നു, അത് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. അതിനുശേഷം ന്യൂ പാർട്ടുകൾ ഓരോന്നും അല്ലെങ്കിൽ ന്യൂ ബ്രാഞ്ചസ് ഓരോന്നും ഡൈക്കോട്ടം സൈഡ് ബ്രാഞ്ചസിൻ്റെ ന്യൂ ബ്രാഞ്ചസ് ഓരോന്നും ഒരു ന്യൂ താലസായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ. പ്ലാന്റുകൾക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെല്ലിൽ നിന്ന്, ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് തന്നെ ഒരു കംപ്ലീറ്റ് ഓർഗാനിസമായിട്ട് മാറാനുള്ള ശേഷിയുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെന്താ ടോട്ടി പൊട്ടൻസി എന്നൊരു കഴിവ് നമ്മൾ പറയുന്നു. അപ്പോൾ മിക്കവാറും എല്ലാ പ്ലാന്റുകൾക്കും അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, ഒരു സെല്ലിൽ നിന്ന് തന്നെ. അപ്പോൾ ഇത് തന്നെ ഒരു ബ്രാഞ്ചിൽ നിന്ന് കംപ്ലീറ്റ് ഒരു പുതിയ താലസായിട്ട് മാറുന്നു. നമ്മൾ ടിഷ്യൂ കൾച്ചറിലൊക്കെ ഉപയോഗിക്കുന്ന ടോട്ടി പൊട്ടൻസി എന്നുള്ള കഴിവാണ് അത്. അതുപോലെ ഇതും ഇതിനകത്തും അതിൻ്റെ DNA യിലുണ്ട് ആ കാര്യങ്ങൾ. അത് ഒരു പുതിയ ബ്രാഞ്ചായിട്ട് മാറുന്നു. സോ ഫസ്റ്റ് കൈൻഡ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൈ പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഓൾഡർ. അത് കിട്ടി. അടുത്ത സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബൈ അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചസ്. അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്രാഞ്ചിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് നോർമലി പറഞ്ഞിരുന്നു. എങ്ങനെയാണ് റിക്സിയ ബ്രാഞ്ച് ചെയ്യുന്നത്? ഒരു താലസ് വരുന്നു, അത് ഞാൻ പറഞ്ഞ വൈഡ് ഒരു ഷേപ്പിൽ രണ്ടായിട്ട് ഈക്വലി രണ്ട് ഡയറക്ഷനിലേക്ക് രണ്ടായിട്ട് പോകുന്നു. ആ രണ്ട് ബ്രാഞ്ചും വീണ്ടും ഫർദർലി രണ്ടായിട്ട് മാറുന്നു. അങ്ങനെ ഒരു ലൈക്ക് ട്രീയുടെ ഒരു സ്കെലിറ്റൽ ഫോർമേഷൻ പോലെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് റിക്സിയയിൽ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇമേജൊക്കെ കാണിച്ചു തന്നിരുന്നു നിങ്ങളെ. അപ്പോൾ അത് നോർമലി കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ബ്രാഞ്ചിങ്. ഇനി അതല്ലാതെ അതിൻ്റെ അഡ്വൻറ്റേഷ്യസ് അല്ലെങ്കിൽ ലാറ്ററലായിട്ട് അല്ലെങ്കിൽ സൈഡ് വൈസിൽ നിന്ന് മാർജിനിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില ബ്രാഞ്ചുകൾ ജെർമിനേറ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാട്ടോ. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ന്യൂട്രിയൻസിൻ്റെയൊക്കെ ഒരു അഭാവത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെൻറ്റൽ ചേഞ്ചിൻ്റെ ഒരു സംഭവിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ബ്രാഞ്ച് ഫോം ചെയ്യുന്നത്. സോ അതിന് ആ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു സ്പീഷീസാണ് റിക്സിയ ഫ്ലൂയിറ്റൻസ് എന്ന് പറയുന്ന സ്പീഷീസാണ്. നിങ്ങൾ സ്പീഷീസിൻ്റെ പേരൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർക്കുക. എന്തായാലും അങ്ങനത്തെ ഒരു അഡ്വൻറ്റേഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഫോർമേഷൻ. ആ അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചിന് എന്ത് കപ്പാസിറ്റി ഉണ്ട്? ഒരു പുതിയ പ്ലാന്റായിട്ട് ജെർമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇങ്ങനെയുള്ള അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചുകൾ ഉണ്ടാകുന്ന എപ്പോഴും വെൻട്രൽ സൈഡിൽ നിന്നാണ്, അടിവശത്തു നിന്നാട്ടോ ഉണ്ടായി വരിക. അപ്പോൾ രണ്ടാമെന്ന് പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ റിക്സിയ താലസിൻ്റെ വെൻട്രൽ സൈഡിൽ നിന്നും മാർജിനിൽ നിന്നും ഒക്കെ ആയിട്ട് അഡ്വൻറ്റേഷ്യസ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ഫോം ചെയ്യുന്നു. ഈ ബ്രാഞ്ചുകൾ ലേറ്റർ ടൈമിൽ ഗ്രോ ചെയ്തിട്ട് ന്യൂ താലസായിട്ട് അല്ലെങ്കിൽ ന്യൂ പ്ലാന്റായിട്ട് മാറുന്നു അല്ലേ. വെജിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്ക് സിമ്പിളി നിങ്ങൾക്ക് മനസ്സിലാക്കിയത്, നമ്മളൊരു ചെമ്പരത്തിയുടെ കമ്പ് വെട്ടി കുത്തുന്നതൊക്കെ അല്ലെങ്കിൽ റോസ് നടുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റെം കട്ടിംഗ് ആണ് നമ്മൾ കൊണ്ട് നടുന്നത്. അതെല്ലാം ഒരു കൈൻഡ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പ്ലാന്റ് സ്വയമായിട്ട് അങ്ങനത്തെ കൈൻഡ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. രണ്ട് കാര്യം പറഞ്ഞു, പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഓൾഡർ ആൻഡ് ബൈ അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചസ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഉണ്ട്, ബൈ ദ ഡെത്ത് ഓഫ് ദ താലസ് ഡ്യൂറിങ് ഡ്രോട്ട്. ഞാൻ പറഞ്ഞു ഇത് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആയതുകൊണ്ടും ഇത് വളരെയധികം മോയ്സ്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. എപ്പോഴും വെള്ളം അല്ലെങ്കിൽ ഒരു നനവ് ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുകയും അങ്ങനെ ഒരു ഷെയ്ഡി ഹാബിറ്റാറ്റൊക്കെ ആവശ്യമായിട്ടുമുള്ള ഒരു പ്ലാന്റാണ് എന്തെന്ന് പറയുന്നത് റിക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാന്റിന് ഒരു ഡ്രോട്ട്, ഒരു വരൾച്ച വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്ട്രീം ഹോട്ടായിട്ടുള്ളൊരു ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഡ്രൈ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ട്, അതായത് റിക്സിയുടെ ഒരു താലസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും എപ്പിക്കൽ പാർട്ടിനൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിക്കൽ പാർട്ടാണ് എപ്പോഴും ഗ്രോ ചെയ്യുന്നത് അല്ലേ. ഞാൻ മെരിസ്റ്റൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കമ്പയർ ചെയ്ത് പറഞ്ഞിരുന്നു. എപ്പോഴും ആ എപ്പിക്കൽ പാർട്ടിൽ നിന്ന് അത് മുന്നോട്ട് ഗ്രോ ചെയ്യുന്നു, രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, രണ്ടിൻ്റെ എപ്പിക്കൽ പാർട്ട് ഗ്രോ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഓരോ ലോബുകളുടെയും എപ്പിക്കൽ പാർട്ടുകളാണ് വീണ്ടും ഫർദറായിട്ട് ഗ്രോ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. നമ്മൾ പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല, എപ്പിക്കൽ മെരിസ്റ്റമാണ് അതിനെ ഹൈറ്റ് വെപ്പിക്കുന്നത്. എപ്പോഴും ഏറ്റവും ടോപ്പിലുള്ള ഭാഗത്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കൂടുതലായിട്ടുള്ളത്, അവിടെ നിന്നാണ് ഗ്രോത്ത് നടക്കുന്നത്. എന്നപോലെ ആ ഒരു എപ്പിക്കൽ പാർട്ട് ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഡ്രൈ ആയിട്ട് നശിച്ച് ഉണങ്ങിപ്പോകുന്നു. ആ എപ്പിക്കൽ പാർട്ട് അവിടെ കിടക്കും മണ്ണിൽ, ഇങ്ങനെ മണ്ണിന് ഏറ്റവും അടിയിലായിട്ട് ഇങ്ങനെ കിടക്കുന്നു. എന്നിട്ട് അടുത്തൊരു ഫേവറബിൾ സീസൺ വരുവാണ് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? അത് വെള്ളത്തെ ഇംബൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിട്ട് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ആ ഒരു കൈൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും റിക്സിയ കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 കൈൻഡ് പറഞ്ഞു, ബൈ പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഓൾഡർ ആൻഡ് ബൈ അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചസ് ആൻഡ് ബൈ ദ ഡെത്ത് ഓഫ് താലസ് ഡ്യൂറിങ് ഡ്രോട്ട്. ഓക്കെ, ഇത് 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളതാണ് ബൈ ട്യൂബേഴ്സും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ട്യൂബറാണ്, നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ.
സ്റ്റെം മോഡിഫിക്കേഷൻ, റൂട്ട് മോഡിഫിക്കേഷനകത്തൊക്കെ നിങ്ങൾ പഠിച്ചതാണ് ട്യൂബേഴ്സ്. ഇവിടെ അങ്ങനത്തെ ഒരു മോഡിഫിക്കേഷനാണ്, പക്ഷേ സ്റ്റെം റൂട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലാതെ വെറുതെ അങ്ങ് മോഡിഫൈ ചെയ്യുന്നെന്ന് വിചാരിക്കാം. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില സ്പീഷീസുകളിൽ, ഇതിപ്പോൾ ഓരോരോ സ്പീഷീസുകൾ കാണിക്കുന്ന കേട്ടോ. ഞാൻ പറഞ്ഞിപ്പോൾ എന്താ അഡ്വൻറ്റേഷ്യസ് ഫ്രാഞ്ചസ് ഫ്ലൂയിറ്റൻസ് ആണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു കാര്യം കാണിക്കുന്നത് റിക്സിയ ബുൾബിഫെറ, റിക്സിയ ഡിസ്കളർ, റിക്സിയ പെരിനീസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ടൈപ്പ് ഓഫ് സ്പീഷീസിലാണ് മെയിനായിട്ട് ഇത് കാണിക്കുന്നത്. ഇവിടെയും ഞാൻ പറഞ്ഞ അപ്പിക്കൽ ഭാഗത്ത് അല്ലെങ്കിൽ അപ്പീസിസിലുള്ള ഒരു പ്രത്യേകത ചില മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ട്. സോ ആ ഭാഗത്ത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണ്. ഒരു റൗണ്ട് ലൈക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലോബ് ലൈക്ക് ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്യൂബർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും അൺഫേവറബിൾ പീരിയഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്താ ഒരു അൺഫേവറബിൾ കണ്ടീഷൻ, ഇതുപോലെ ഡ്രോട്ടോ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ വാട്ടർ ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒരു എന്തെങ്കിലും കൈൻഡ് ഓഫ് അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ആ അൺഫേവറബിൾ കണ്ടീഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഇവർ ഈ ഒരു സ്ട്രക്ചറിനെ ഉണ്ടാക്കും. ഇതിനകത്തൊക്കെ വളരെ ന്യൂട്രിയൻ റിച്ച് ഒക്കെ ആയിരിക്കും കേട്ടോ. എല്ലാ കൈൻഡ് ഓഫ് ന്യൂട്രിയൻസൊക്കെ ആ ഒരു ട്യൂബർ സ്ട്രക്ചറിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ അൺഫേവറബിൾ കണ്ടീഷനിലെല്ലാം നശിക്കാതെ അങ്ങനെ കിടക്കുന്നു. ആൻഡ് ദെൻ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ന്യൂ താലസായിട്ട് ഫോം ചെയ്യുന്നു. സിമ്പിളാണ് കാര്യം, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കുക, അഞ്ചാമത്തെ ടൈപ്പ് ബൈ റൈസോയിഡ്സ്. നമ്മൾ പറഞ്ഞു റിക്സിക്ക് 2 ടൈപ്പ് റൈസോയിഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? സ്മൂത്ത് വാൾഡും ട്യൂബർക്കുലേറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള 2 ടൈപ്പ് റൈസോയിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. റൂട്ടാണത്, അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ പ്ലാന്റ് സംബന്ധിച്ചുള്ള അതിന് റൂട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ കൊടുക്കുന്ന സാധനമാണ്. ആ റൂട്ട് പോലുള്ള അല്ലെങ്കിൽ ആ റൂട്ട് ലൈക്ക് സ്ട്രക്ചറിൽ നിന്ന് പോലും ഒരു ന്യൂ പ്ലാന്റ് ഉണ്ടാകാനുള്ള ശേഷി റിക്സിയയ്ക്കുണ്ട്. സോ ഇതുപോലെ തന്നെ അൺഫേവറബിൾ കണ്ടീഷൻ വരുന്ന അല്ലെങ്കിൽ ഒരു മറ്റൊരു മെത്തേഡിൽ കൂടിയും ഒരു നെക്സ്റ്റ് ഒരു ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ റൈസോയിഡ്സിൻ്റെ എപ്പിസിസിലും മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടിഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു സിംഗിൾ സെല്ലാണ് റൈസോയിഡ്സ് എന്ന് പറയുന്നത്. മെരിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളൊരു സെല്ലാണിത്, മുന്നോട്ട് ഗ്രോ ചെയ്യാൻ. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ സിംഗിൾ സെല്ലായിരുന്നോടെ കുറേ ഡിവിഷൻസ് നടന്നിട്ട് അവിടെ സെല്ലുകൾ ഫോം ചെയ്യാൻ തുടങ്ങും. ഒരു സെല്ലാവുന്നു, ആ സെല്ല് വീണ്ടും 2 ആവുന്നു, 4 ആവുന്നു, 8 ആവുന്നു, അങ്ങനെ ഒരു സെല്ലുലാർ മാസ്. ഒരു സെല്ലുലാർ മാസ് ഉണ്ടാകുന്നു. ആ സെല്ലുലാർ മാസിന് ക്ലോറോപ്ലാസ്റ്റുകളെയൊക്കെ കൊണ്ടുവരുന്നു. റൂട്ടിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ആ സെല്ലുലാർ മാസിൽ ക്ലോറോപ്ലാസ്റ്റുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു, പുതിയൊരു പ്ലാന്റായിട്ട് അത് ജെർമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ നോക്കുക, മെയിനായിട്ടും 5 മാർഗ്ഗങ്ങളിലൂടെയാണ് റിക്സിയ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഒന്നുകൂടെ നോക്കാം. ബൈ പ്രോഗ്രസീവ് ഡെത്ത് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഓൾഡർ, ദെൻ ബൈ അഡ്വൻറ്റേഷ്യസ് ബ്രാഞ്ചസ്, ദെൻ ബൈ ദ ഡെത്ത് ഓഫ് ദ താലസ് ഡ്യൂറിങ് ഡ്രോട്ട്, ദെൻ ബൈ ട്യൂബേഴ്സ്, ദെൻ ബൈ റൈസോയിഡ്സ്. അപ്പോൾ കോമൺ ആയിട്ടും റിക്സിയയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനേക്കാൾ അധികമായിട്ട് നടക്കുന്നത് വെജിറ്റേറ്റീവ് കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിരിക്കും. എന്തായിരിക്കും കാരണം? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആവാൻ 2 കാരണങ്ങൾ വേണം. ഒന്ന്, സെക്ഷുവൽ മെച്യൂരിറ്റിയിലെത്തണം. അതുപോലെ തന്നെ നല്ല ഫേവറബിൾ കണ്ടീഷനും ആയിരിക്കണം. ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എപ്പോഴും നടക്കും. അതല്ലെങ്കിൽ കൂടുതലായിട്ട് നടക്കുക എപ്പോഴും വെജിറ്റേറ്റീവ് കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിരിക്കും ഓർക്കും. അപ്പോൾ അത് 5 എണ്ണമാണ് മെയിനായിട്ടും റിക്സിയയിൽ നടക്കുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻസ്. അപ്പോൾ നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. Sexual reproduction takes place by the means of male and female reproductive organ, namely Andredia and Archegonia. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു, റിക്സിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താലസ് എങ്ങനെയാണ്? ഗെമറ്റോഫൈറ്റിക് താലസ് ആണ്. സോ നമ്മൾ ആ ഒരു പോയിൻ്റ് എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പഠിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റിലും ഇപ്പോൾ നമ്മളിപ്പോൾ ആനിമൽസിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഗമേറ്റ് ഫോം ചെയ്യുന്നത് ഒരു മിയോസിസിന് ശേഷമാണ്. റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് പേരൻറ്റ് സെല്ലിൻ്റെ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം അല്ലെങ്കിൽ ഹാഫ് സെറ്റ് ഓഫ് ക്രോമസോം മാത്രമാണ് ഗമേറ്റ്സിലേക്ക് എപ്പോഴും പോവാറ്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഓൾറെഡി ഹാപ്ലോയിഡാണ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. കാരണം പ്ലാന്റ് ബോഡി ഗെമറ്റോഫൈറ്റിക് ആണ്. സോ അവിടെ എപ്പോഴും എങ്ങനെയാണ്? മിയോസിസ് അല്ല നടക്കുക, മൈറ്റോസിസ് നടന്ന് ഇക്വേഷണൽ ഡിവിഷൻ നടന്നിട്ടാണ് ഗമീറ്റ് ഫോം ചെയ്യുക. പേരൻറ്റ് സെല്ലിൻ്റെ അതേ നമ്പർ ഓഫ് ക്രോമസോം തന്നെയായിരിക്കും ഗമീറ്റിക് സെല്ലിനും ഉണ്ടാവുന്നത്. ആ പോയിൻ്റ് എപ്പോഴും മനസ്സിൽ ഒന്ന് ഓർത്തേക്കുക കേട്ടോ. ഇവിടെ എങ്ങനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കാൻ സാധാരണ ഒരു
എന്താ പ്ലാന്റ്സിൻ്റെ കേസിൽ ഒരു മെയിൽ സെക്സ് ഓർഗനും വേണം, ഫീമെയിൽ സെക്സ് ഓർഗനും വേണം അല്ലേ. മെയിൽ സെക്സ് ഓർഗനിൽ നിന്നും മെയിൽ ഗമീറ്റ്സുകളും ഫീമെയിൽ സെക്സ് ഓർഗനിൽ നിന്നും ഫീമെയിൽ ഗമീറ്റുകളും ഉണ്ടാകുന്നു. നോർമൽ കേസസിൽ എന്താ ഇത് രണ്ടോടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകും. ഇതാണ് ജനറലി സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ ഇമ്മൊബൈലായിരിക്കും, മെയിൽ സെക്സ് ഓർഗനായിട്ടുള്ള ആന്ത്രോസോയിഡ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ആന്ത്രോസോയിഡ്സ് മൊബൈലായിരിക്കും, മീൻസ് അതിന് മൊബിലിറ്റി, മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അത് മൂവ് ചെയ്യാൻ എന്ത് വേണം? വെള്ളം വേണം. അതാണ് നമ്മൾ പറഞ്ഞത്, വെള്ളത്തിൻ്റെ സഹായത്തിൽ അല്ലെങ്കിൽ വാട്ടർ ഉള്ളപ്പോൾ മാത്രമായിരിക്കും ഇത് നടക്കുക. ഓക്കെ, അപ്പം മെയിനായിട്ടും 2 സെക്സ് ഓർഗൻസ് ഉണ്ട്. മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ ആന്ത്രീഡിയ എന്നും ഫീമെയിൽ സെക്സ് ഓർഗനെ ആർക്കിഗോണിയ എന്നുമാണ് വിളിക്കുന്നത്. വിത്തിൻ ദി ആന്ത്രീഡിയ ആന്ത്രോസോയിഡ്സ് അഥവാ മെയിൽ ഗമീറ്റ്സ് ഉണ്ടാകുന്നു. ആർക്കിഗോണിക്കുള്ളിലോ എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ്സ് ഉണ്ടാകുന്നു. ഓക്കെ, ദെൻ മോസ്റ്റ് സ്പീഷീസ് ആർ ഹോമോതാലിക് ഓർ മൊണേഷ്യസ് വിത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഓൺ ദ സെയിം താലസ്. ഓക്കെ, ആ പോയിന്റ് ശ്രദ്ധിക്കുക. മൊണേഷ്യസ് ഡയേഷ്യസ് എന്നുള്ളത് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളൊരു പോയിന്റ് ആയിരിക്കും. ഇവിടെ ഹോമോതാലിക് എന്ന് പറഞ്ഞാൽ മൊണേഷ്യസ് തന്നെയാണ്. മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിലും ഫീമെയിലും ഒരേ പ്ലാന്റിൽ തന്നെ അല്ലെങ്കിൽ ഒരേ താലസിൽ തന്നെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊണേഷ്യസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പ്ലാന്റ്സും, അഡ്വാൻസ് ആയിട്ട് എല്ലാ പ്ലാന്റ്സും മൊണേഷ്യസ് കണ്ടീഷനാണ് അല്ലേ. എല്ലാത്തിൻ്റെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ എന്താ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും എപ്പോഴും ഒരേ ഫ്ലവർ തന്നെയായിരിക്കും. ബൈസെക്ഷൽ ഫ്ലവർ ആയിരിക്കും കൂടുതൽ. ഇനിയിപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ പോലും കുറേ എണ്ണത്തിൻ്റെ ഒരേ പ്ലാന്റിൽ തന്നെയായിരിക്കും അല്ലേ. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മളെപ്പോഴും കൂടുതലും പ്ലാന്റിൽ വരുന്നേക്കുന്നത്. ഇനി റയർ ആയിട്ടുള്ള ചില പ്ലാന്റുകളിൽ മാത്രമാണ് എന്താ, ഇപ്പോൾ ജാതിയൊക്കെ പറഞ്ഞാൽ പെൺജാതി, ആൺജാതി, അങ്ങനെ 2 ടൈപ്പ് ജാതിയുണ്ട്. ആ ജാതിമരം ആ ഒരു ഇതിൽ എന്താ, അത് ഡയേഷ്യസ് പ്ലാന്റാണ്. ഒരു പ്ലാന്റിൽ മെയിൽ ഓർ ഫീമെയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇവിടെ നോക്കുക, ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മൊണേഷ്യസ് ആണ് അല്ലെങ്കിൽ ഹോമോതാലിക് കണ്ടീഷനാണ്. ഒരേ താലസിൽ തന്നെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഡെവലപ്പ് ആസ് ദ താലസ് മെച്യൂർസ് എന്നാണ് പറയുന്നത്. താലസ് മെച്യൂർ ചെയ്യുമ്പോഴാണ് റീപ്രൊഡക്റ്റീവ് ഓർഗനും ആ കൂടെ മെച്യൂർഡ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്താ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് മെച്യൂരിറ്റി എത്തിയതിന് ശേഷം മാത്രമേ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ താലസ് മെച്യൂർ ആവുന്നതിൻ്റെ ഒപ്പം ആ കൂടെ തന്നെയാണ് മെയിനായിട്ടും എന്താ സെക്സ് ഓർഗൻസും ഡെവലപ്പ് ചെയ്യുന്നത്. ഇതെപ്പോഴും ഡോർസൽ സൈഡിലായിട്ടായിരിക്കും കേട്ടോ സെക്സ് ഓർഗൻസ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഓർക്കുക, ഡോർസൽ സൈഡിൽ നമ്മൾ പറഞ്ഞു എന്താ, ഡോർസൽ സൈഡിൻ്റെ അനാട്ടമി നമ്മൾ നോക്കി കണ്ടു. അവിടെ എന്താണ്? ഫിലമെൻറ്റ്സ് ആണുള്ളത് അല്ലേ. സെൽസിൻ്റെ ഒരു ഫിലമെൻ്റ് ആയിട്ട് ക്ലോറോപ്ലാസ്റ്റ് ഉള്ള സെല്ലുകളുടെ ഒരു ഫിലമെൻറ്റുകളും അതിനിടയ്ക്ക് എയർ ചേമ്പേഴ്സ് അല്ലെങ്കിൽ എയർ ക്യാവിറ്റികളും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള 2 ഫിലമെൻ്റ് ഇടയ്ക്കുള്ള ആ എയർ ക്യാവിറ്റി ആ ഭാഗത്തായിട്ടായിരിക്കും മിക്കവാറും എന്തുണ്ടാവുന്നത്? ഈ സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിൽ വെച്ചേക്കുക. ദെൻ ദേ ഫോംഡ് ഓൺ ദ ഡോർസൽ സർഫസ് ഇൻ അക്രോപീറ്റൽ സക്സഷൻ എന്നാണ് പറഞ്ഞത്. അക്രോപീറ്റൽ സക്സഷൻ, അക്രോപീറ്റൽ, സെൻട്രിപീറ്റൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അക്രോപീറ്റൽ എന്ന് പറഞ്ഞാൽ ഫ്രം ബേസ് ടു അപ്പെക്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു താലസ് എടുത്താൽ ഏറ്റവും അടിവശത്തു നിന്നും അതിൻ്റെ അപ്പിക്കൽ സൈഡിലേക്ക്. അപ്പോൾ ഏറ്റവും മെച്യൂർ ആയിട്ടുള്ള സെക്സ് ഓർഗൻ എവിടെയായിരിക്കും നോക്കിക്കഴിഞ്ഞാൽ? അത് ബേസ് ഭാഗത്തായിരിക്കും. അപ്പിക്കൽ സൈഡിലുള്ളത് ഇമ്മെച്യൂർ ആയിരിക്കും അല്ലേ. ആ ഒരു ഓർഡറിൽ ഏറ്റവും ബേസിൽ മെച്യൂർ ആയിട്ടുള്ളതും കുറച്ചുകൂടെ മെച്യൂരിറ്റി കുറഞ്ഞത് അതിന് മുകളിലും കുറച്ചുകൂടെ മെച്യൂരിറ്റി കുറഞ്ഞ അതിന് മുകളിൽ, അങ്ങനെ ബേസ് അപ്പെക്സ് വരെയുള്ള ഒരു ഓർഡർ, ആ ടൈപ്പ് ഓഫ് ഒരു ഓർഡർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്രോപീറ്റൽ സക്സഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ മെച്യൂർ ആന്ത്രീഡിയം ഗ്ലോബുലാർ ഓർ ക്ലബ് ഷേപ്പ്ഡ് സ്ട്രക്ചർ. നമുക്കിനിപ്പോൾ ഓരോ സ്ട്രക്ചറും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. 2 സ്ട്രക്ചർ ഉണ്ട്. അതൊക്കെ ആന്ത്രീഡിയം എന്ന് പറയുന്ന മെയിൽ സെക്സ് ഓർഗനും ഉണ്ട്, പിന്നെ ആർക്കിഗോണി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ട്. ഓക്കെ, നമുക്ക് ആന്ത്രീഡിയത്തിൻ്റെ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെച്യൂർ ആന്ത്രീഡിയം ഗ്ലോബുലാർ ഓർ ക്ലബ് ഷേപ്പ്ഡ് സ്ട്രക്ചർ. ഓക്കെ, മെച്യൂർ ആയി കഴിഞ്ഞിട്ടുള്ള ആന്ത്രീഡിയത്തിൻ്റെ കേസാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ള സ്റ്റേജൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ സിലബസിൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളൊന്നും പഠിക്കണമെന്ന് പറയുന്നില്ല. നമുക്ക് ജസ്റ്റ് അങ്ങനെ മെച്യൂറായി ഒരു സെല്ലിൽ നിന്നാണ് ഇത് മൊത്തത്തിൽ ഡെവലപ്പായിട്ട് വരുന്നത്, അതങ്ങ് ആയി എന്ന് കൂട്ടുക. അപ്പോൾ മെച്യൂർ ആയി കഴിയുമ്പോൾ ഉള്ളത് ഗ്ലോബുലാർ ഷേപ്പ്, ഗ്ലോബ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ക്ലബ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ. ക്ലബ് എന്താ? ഗദ അറിയില്ല, നമ്മുടെ പുരാണ കഥാപാത്രങ്ങൾ ഭീമനൊക്കെ കൊണ്ടുവരുന്ന സാധനം. അപ്പോൾ ആ ഒരു ഗദയുടെ ഷേപ്പിൽ ഒരു ഗ്ലോബ് ആയിട്ടുള്ളൊരു ഉരുണ്ട ഭാഗം ഉണ്ടാവും, അതിനൊരു പിടി, അങ്ങനെയാണല്ലോ ഗദ ഇരിക്കുന്നത്. ആ ഒരു അതിനെ റിസംബിൾ ചെയ്യുന്നൊരു സ്ട്രക്ചറായിരിക്കും ആന്ത്രീഡിയം എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബോട്ടം ഓഫ് ദ ആന്ത്രീഡിയൽ ചേമ്പർ. ഈ ആന്ത്രീഡിയൽ ചേമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? നമ്മൾ അനാട്ടമി പഠിച്ചു. ഡോർസൽ സൈഡിലെ മേള് ഭാഗത്ത് അനാട്ടമി എന്ന് പറഞ്ഞ ഫിലമെൻറ്റ്സ് ആണ് അതിനിടയ്ക്ക് എയർ ചേമ്പറുണ്ട്. അപ്പോൾ ആ രണ്ട് ഫിലമെൻ്റ് ഇടയ്ക്കായിട്ടുള്ള ആ ചേമ്പർ, അതിനകത്താണ് ഇത് ഡെവലപ്പായിട്ട് വരുന്നത്. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ ആന്ത്രീഡിയൽ ചേമ്പർ എന്നും വിളിക്കുന്നത്. അപ്പോൾ ഈ ആന്ത്രീഡിയൽ ചേമ്പറിലേക്ക് നമ്മുടെ ഈ ആന്ത്രീഡിയത്തിനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു പിടുത്തമുണ്ട്, ഒരു പിടി, ഒരു ഹുക്കല്ല, ഒരു സ്റ്റോക്ക്. ആ ഒരു സ്റ്റോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പേര് വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു മൾട്ടിസിലർ സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ ദ ആന്ത്രീഡിയൽ ചേമ്പർ ഓപ്പൺ ഓൺ ദ ഡോർസൽ സർഫസ് ഓഫ് ദി താലസ് ബൈ എ നാരോ പോർ. ഈ നാരോ പോർ ഓൾറെഡി അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കേസാണ്, ശരിയല്ലേ? ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ അധികം നാരോ പോറുകൾ ഓരോ എയർ ചേമ്പറിന് മുകളിലായിട്ട് നാരോ പോറുകളുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ആന്ത്രീഡിയം ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താ, ആ പോർ ഒരു ആന്ത്രീഡിയൻ ചേമ്പറിൻ്റെ പോറായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് അതിനൊരു പേരും കൊടുത്ത് വിളിക്കും, അതാണ് ഓസ്റ്റിയോൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. രണ്ട് ഫിലമെൻറ്റിൻ്റെ അടുത്ത് ആന്ത്രീഡിയൽ ചേമ്പറുണ്ട്. ഈ ആന്ത്രീഡിയൽ ചേമ്പറിനകത്താണ് ആന്ത്രീഡിയൻ ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഗ്ലോബുലാർ ഷേപ്പോ അല്ലെങ്കിൽ ക്ലബ് ഷേപ്പോ ആയിരിക്കും. അതിന് ആ ചേമ്പറിൻ്റെ ബോട്ടവുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്റ്റോക്ക് ഉണ്ടാവും. അതുപോലെ ആ ചേമ്പറിന് ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിങ്ങിനെയാണ് ഓസ്റ്റിയോൾ എന്ന് പറയുന്നത്. ഓസ്റ്റിയോൾ എന്തിനാണ്? ആന്ത്രോസോയിഡ്സ് ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് പോകണ്ടേ, ആർക്കിഗോണിയത്തിലേക്ക് ചെന്നാലേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോർ അവിടെയുള്ളത്. ഓക്കെ, അതുപോലെ ദ ബോഡി ഓഫ് ദി ആന്ത്രീഡിയം കൺസിസ്റ്റ് ഓഫ് സോളിഡ് സെൻട്രൽ മാസ് ഓഫ് ഫെർട്ടൈൽ ക്യൂബിക്കൽ സെൽസ് കോൾഡ് ആന്ത്രോസൈറ്റ്സ് ഓർ ആന്ത്രോസോയിഡ് മദർ സെൽസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, നമ്മുടെ ആന്ത്രീഡിയം ആ ക്ലബ് ഷേപ്പായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗ്ലോബ് ഷേപ്പിലായിട്ട് ഉണ്ടായിട്ടിരിക്കുന്ന സാധനത്തിൻ്റെ അകത്തെ സെല്ലുകൾ മുഴുവൻ സോളിഡ് ആയിട്ടുള്ള സെൻട്രൽ മസിൽ മൊത്തം ഫെർട്ടൈൽ സെല്ലുകളാണ്. ഫെർട്ടൈൽ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറാൻ, റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കാൻ ശേഷിയുള്ള സെല്ലുകളാണ് ഫെർട്ടൈൽ സെല്ലുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ആന്ത്രീഡിയത്തിൻ്റെ അകത്തെ ഇന്നർ ഭാഗത്തുള്ള ഫുൾ സെല്ലുകളും ക്യൂബിക്കലാണ്, അതുപോലെ തന്നെ അത് ഫെർട്ടൈലുമാണ്. അങ്ങനെയുള്ള ആ സെല്ലുകളാണ് നമ്മൾ പറയുന്നത് എന്താ? ആന്ത്രോസൈറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ആന്ത്രോസോയിഡ് മദർ സെൽ. ആന്ത്രോസോയിഡ്സിൻ്റെ മദർ സെൽ, ആന്ത്രോസോയിഡ്സ് ആയിട്ട് മാറുന്നത് ഈ സെല്ലിൽ നിന്നാണ്. ഓക്കെ, പക്ഷേ അവിടെ നടക്കുന്ന ഡിവിഷൻ ഏതാണെന്ന് പ്രത്യേകം ഓർത്തോണം. മൈറ്റോസിസ് ആണ് നടക്കുന്നത്, ഒരിക്കലും മിയോസിസ് നടക്കുന്നില്ല. ദെൻ ദേ ആർ എൻക്ലോസ്ഡ് ബൈ വൺ സെൽ തിക്ക് സ്റ്റെറൈൽ ജാക്കറ്റ് ലെയർ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇന്നർ അകത്ത് മുഴുവൻ ആന്ത്രീഡിയത്തിൻ്റെ അകത്ത് മുഴുവൻ എങ്ങനെയാണ്? ഫെർട്ടൈൽ ആയിട്ടുള്ള സെല്ലുകളാണ്. അതിന് കവർ ചെയ്തുകൊണ്ട്, മൊത്തത്തിൽ പൊതിഞ്ഞുകൊണ്ട് ഒരൊറ്റ സെല്ലിൻ്റെ തിക്നെസ്, എപ്പിഡെർമിസ് ഒക്കെ പോലെ ഒറ്റ സെല്ലിൻ്റെ തിക്നെസ്സിൽ എന്താ, ഒരു സ്റ്റെറൈൽ ജാക്കറ്റ് ലെയർ ഉണ്ട്. ഓക്കെ, അതിനുശേഷം എന്താ, മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഫേവറോൾ സീസണൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഈച്ച് ആന്ത്രോസൈറ്റ് ബിക്കം ആൻ ആന്ത്രോസോയിഡ്. ഓരോ ആന്ത്രോസൈറ്റും ആന്ത്രോസോയിഡ്സ് ആയിട്ട് മാറും. ഇപ്പോൾ ഡിവിഷൻ നടക്കുമ്പോൾ 2 സെൽ ഉണ്ടാവില്ല എന്നൊരു ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. ഓക്കെ, ഡിവിഷൻ നടന്നിട്ട് 2 സെൽ ഉണ്ടായി കഴിഞ്ഞാലും ഒരു സെല്ല് ഡീജനറേറ്റ് ചെയ്യും, ഒരു സെല്ല് മെച്യൂർഡ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ് ആയിട്ട് മാറുകയുമാണ് ചെയ്യാറ്. ഓക്കെ, ദെൻ ഡ്യൂറിങ് ഫേവറബിൾ റെയിനി സീസൺ, റെയിനി എന്നുള്ള വാക്ക് ഓർക്കുക, ഡ്യൂറിങ് ഫേവറബിൾ റെയിനി സീസൺ ദ ജാക്കറ്റ് ലെയർ ഇംബൈബ്സ് വാട്ടർ. എന്താ, നമ്മുടെ പുറത്തുള്ള ലെയർ ഉണ്ടല്ലോ, എപ്പിഡെർമിസ് പോലെ ഇരിക്കുന്ന ജാക്കറ്റ് ലെയർ വാട്ടറിനെ അബ്സോർവ് ചെയ്യും. ഇംബൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അകത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഗെറ്റ്സ് ഡിസ്ഓർഗനൈസ്ഡ് ആൻഡ് റിലീസ് ആന്ത്രോസൈറ്റ്. വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഇതെന്താ, ഒരു അലുക്കുന്നത് പോലെ, വെള്ളത്തിൽ അലുത്ത് പോകുന്ന കൈൻഡ് ഓഫ് ഒരു ഡിസ്ഓർഗനൈസേഷൻ ഇന്ന് സംഭവിക്കും. അതാണ് സംഭവിക്കുന്നത്. വെള്ളം ഒരുപാട് ചെല്ലുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ജാക്കറ്റ് ലെയർ അങ്ങ് അലുത്ത് പോകും, അല്ലെങ്കിൽ ഡിസ്ഓർഗനൈസ്ഡ് ആയി പോകും. അത് തമ്മിലുള്ള ആ കണക്ഷനൊക്കെ വിട്ടിട്ട് അപ്പോൾ എന്ത് ചെയ്യും, അകത്തുള്ള ഫുൾ ആന്ത്രോസോയിഡ് സെല്ലല്ലേ അകത്തിരിക്കുന്നേ, അത് മുഴുവൻ വെളിയിലേക്ക് വരും. എന്നിട്ടോ ഇതിനെ വെള്ളത്തിൽ കൂടെ സ്വിം ചെയ്തിട്ട്, ഈ നമുക്കൊരു പോറുണ്ട്, ഓസ്റ്റിയോൾ എന്ന് പറഞ്ഞ പോറുണ്ട്, ആ സ്വിം ചെയ്തിട്ട് ആ ഓസ്റ്റിയോളിൽ കൂടെ പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യും, നേരെ ആർക്കിഗോണിയത്തിലേക്ക് പോകുന്നു. അതിന് കെമിക്കൽ പാത്വേ ഒക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അട്രാക്ഷനോ കാര്യങ്ങളോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. ചുമ്മാ പോകില്ല, ആർക്കിഗോണിയത്തിന് എന്തെങ്കിലും അട്രാക്ഷൻ പവർ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ റിലീസ് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു രീതിയിൽ ഇത് വെള്ളത്തിൽ കൂടെ സ്വിം ചെയ്ത് നേരെ ആർക്കിഗോണിയത്തിലേക്ക് പോകുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താ ഉണ്ടോ, 2 ഫിലമെൻറ്റ്സ് അങ്ങനെ പോയേക്കണം. അതിനിടയ്ക്കുള്ള ആ ചേമ്പറിനകത്ത് എന്തുണ്ടായേക്കണേ, നമ്മുടെ ആന്ത്രീഡിയം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പോറിനെ നമ്മൾ ഓസ്റ്റിയോൾ എന്ന് വിളിക്കുന്നു. അതുപോലെ അകത്തുള്ള ഇന്നറായിട്ട് കുറേ സെല്ലുകളുണ്ടോ, ചെറിയ ചെറിയ സെല്ലുകൾ, അതിനെല്ലാം ആന്ത്രോസൈറ്റ് മദർ സെൽസ് എന്ന് വിളിക്കുന്നു. അതുപോലെ അതിൻ്റെ പുറത്തുള്ള ആന്ത്രീഡിയൽ വാൾ, ഒരു ഒറ്റ ലെയർ ഓഫ് സെൽസിനുള്ള ആന്ത്രീഡിയൽ വാൾ പറഞ്ഞില്ലായിരുന്നു, ഒരു സ്റ്റെറൈൽ ജാക്കറ്റ് ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒറ്റ ലെയർ ഓഫ് ജാക്കറ്റ് ലെയർ താഴെയായിട്ട് അതിൻ്റെ സ്റ്റോക്ക്. ഇതാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്.
അപ്പോൾ മെച്യൂരിറ്റി എത്തുമ്പോഴത്തേക്കും ഈ അകത്തുള്ള ആൻഡ്രോസൈറ്റ് മദർ സെല്ലുകളെല്ലാം കൂടെ എന്താവും ആന്ത്രോസോയിഡ്സായിട്ട് മാറുന്നു, വെള്ളം വരുന്നു, നമ്മുടെ ജാക്കറ്റ് ലെയർ ഡിസോർഗനൈസ്ഡ് ആവുന്നു, നമ്മുടെ ആന്ത്രോസൈറ്റ്സ് എല്ലാം വെള്ളത്തിൽ കൂടെ സ്വിം ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു, ആർക്കിഗോണിയയിലേക്ക് പോകും. ഓക്കെ, ഇനി ആർക്കിഗോണിയത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. മെച്യൂർ ആർക്കിഗോണിയം ഇസ് ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ. ഓക്കെ, ഫ്ലാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നോർമലി പല ഷേപ്പിലുള്ള ഫ്ലാസ്ക് ഉണ്ട്. ദെൻ ഫ്ലാസ്ക് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോട്ടം പോർഷൻ വെള്ളം സ്വെൽ ചെയ്തിരിക്കും. ബോട്ടം പോർഷൻ നല്ല വീർത്ത് നല്ല ഗ്ലോബോസ് ഷേപ്പിൽ ബോട്ടം പോർഷൻ ഇരിക്കും. അതിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു കുഴൽ പോലെ അങ്ങനെ ഇരിക്കും. നമ്മുടെ ക്ലബ് ഷേപ്പിനെ നേരെ തലതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും എന്നൊരു കൈൻഡ് ഓഫ് സ്ട്രക്ചറാണ് ഫ്ലാസ്ക് ഷേപ്പ് എന്ന് പറയുന്നത്. അതായത് ഗതേനെ നേരെ തിരിച്ചു പിടിക്കുക, ആ ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചറാണ് ഏതിനുള്ളത്, ആർക്കിഗോണിയത്തിനുള്ളത്. ഇറ്റ് അറ്റാച്ച് ദ ബോട്ടം ബൈ എ ഷോർട്ട് മൾട്ടി സെല്ലർ സ്റ്റോക്ക്. അവിടത്തെ പോലെ തന്നെ ഇവിടെയും ഞാൻ ആ പറഞ്ഞ എയർ ചേമ്പറിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ ചേമ്പറിനോടെ ബോട്ടവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സ്റ്റോക്ക് എന്തിനുണ്ട്, ആർക്കിഗോണിയത്തിനും ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു ബേസൽ സൊള്ളൻ വെൻഡർ. ഞാൻ ആ പറഞ്ഞ അടിവശത്ത് വീർത്തിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞു, അതിനെ നമ്മൾ വിളിക്കുന്ന വെൻഡർ എന്നാണ്. ഓക്കെ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജൊക്കെ പഠിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്തായാലും ഡെവലപ്മെൻറ്റ് സ്റ്റേജ് നമുക്ക് ആവശ്യമില്ല, നിങ്ങളുടെ സിലബസിനകത്ത് അത് പറയുന്നില്ല. ഓക്കെ, ആ ഒരു ഭാഗം വെൻഡർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അപ്പർ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഭാഗം നെക്ക്, കഴുത്ത് പോലെ ഇരിക്കുന്നൊരു ഭാഗമായിട്ട് നെക്ക് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഓക്കെ, ഈ വെൻഡറിനകത്താണ് എപ്പോഴും എഗ്ഗ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ദ നെക്ക് ഈസ് കമ്പോസ്ഡ് ഓഫ് 6 വെർട്ടിക്കൽ റോ ഓഫ് സെൽസ് ആൻഡ് ഈച്ച് റോ ഹാസ് 6 to 9 സെൽസ്. എന്താ, ഒരു 6 റോ ഓഫ് സെൽസ് ഉണ്ട് ഈ നെക്കിൻ്റെ ഭാഗത്ത്, 6 റോ ഓഫ് സെൽസ്. ഓരോ റോയിലും 6 മുതൽ 9 വരെ സെല്ലുകളുണ്ടാവും. ഓക്കെ, 6 റോ ഉണ്ട് നെക്കിൻ്റെ ഭാഗത്ത്. റോ എന്ന് പറഞ്ഞാൽ ഒന്നിന് വെള്ളമൊന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെ വെൻഡർ കഴിഞ്ഞാൽ ഒരു 6 റോ ഓഫ് സെൽസ് ഉണ്ട്. ഓരോ റോയിലും 9 സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ഓരോ റോയും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്പരൊക്കെ ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും പറ്റിയെങ്കിൽ മാക്സിമം ഓർത്തിരിക്കാൻ പറ്റുന്ന ആൾക്കാർ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, 6 മുതൽ 9 സെല്ലുകൾ വരെയാണ്. കാരണം ഇത് ഓർത്തിരിക്കാൻ പറഞ്ഞതിന് കാര്യം, ഈ റിക്സിയയിൽ തന്നെ പല സ്പീഷീസുകളിൽ നമ്മൾ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ മറ്റ് ബ്രയോഫൈറ്റുകളുടെ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് ആയിരിക്കും, ഈ സെല്ലിൻ്റെ നമ്പറിലുള്ള ഡിഫറൻസ്, അങ്ങനത്തെ ചില വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില സ്പീഷീസുകളും വെറൈറ്റികളും ഒക്കെ മാറി ഇരിക്കുന്നു. അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്പറുകൾ പറയുന്നത്. ഓക്കെ, അതുപോലെ വിത്തിൻ ദ നെക്ക് ലൈസ് എ യൂണിസെറേറ്റ് റോ ഓഫ് 4 to 6 നെക്ക് കനാൽ സെൽസ്. ഓക്കെ, അത് എന്ന് വെച്ചാൽ നിങ്ങളത് മനസ്സിലാക്കുക, നമ്മുടെ നെക്ക് ഭാഗത്ത് 6 റോയോ സെൽസ് ഉണ്ട്, ഓരോ റോയിലും 9 സെൽസ് ഉണ്ട്. ഇനി അതിൻ്റെ നടുക്ക് ഭാഗത്ത്, ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഫ്ലാസ്ക് ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകം ക്യാവിറ്റി ആയിരിക്കും. ആ ക്യാവിറ്റിയുടെ ഭാഗത്ത് ഇവിടെ പക്ഷേ ഒരേ ഒരു ലെയറായിട്ട് 4 മുതൽ 6 സെല്ലുകളാണ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ പിക്ചർ നോക്കുക, കണ്ടോ, നമ്മുടെ നെക്കിൻ്റെ അവിടുത്തെ അപ്പുറം ഇപ്പുറയായിട്ടുള്ള കുറേ സെല്ലുകൾ കണ്ടല്ലോ, അതാണ് 6 റോ ഓഫ് എന്ത് പറഞ്ഞേ, എന്താ 6 to 9 സെൽസ് എന്ന് പറഞ്ഞില്ല, ഒരു 6 റോ ഓഫ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞ്. അതിൻ്റെ നടുക്കായിട്ട്, അത് നമ്മളൊരു 3D ഡയമെൻഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ഈ 6 റോയൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മളെന്തൊരു വെർട്ടിക്കൽ സെക്ഷനാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കണ്ടോ ഒരു ബ്ലാക്ക് കളറിൽ നെക്ക് കനാൽ സെൽസ് കണ്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് 4 to 6 നെക്ക് കനാൽ സെല്ലുകളുണ്ട്. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. അടിയിൽ ഗ്ലോബസ് ആയിട്ടുള്ള വെൻഡറുണ്ട്, മുകളിൽ നെക്കാണുള്ളത്. നെക്കിൻ്റെ സൈഡിലുള്ള വെർട്ടിക്കലായിട്ട് റോസ് മുഴുവൻ എങ്ങനെയാണ് 6 to 9 സെൽസ് ഉള്ള 6 റോ ഓഫ് സെൽസ് ഉണ്ട്. അതുപോലെ ആ നെക്കിൻ്റെ ഇൻസൈഡിലായിട്ട് യൂണിസെറേറ്റ് റോ ഓഫ് 4 to 6 നെക്ക് കനാൽ സെൽസും ഉണ്ട്. ഓക്കെ, ദെൻ നോക്കുക, ദ ടിപ്പ് ഓഫ് ദ നെക്ക് ഈസ് കവേർഡ് ബൈ 4 ലാർജ് കവർ സെൽസ്. അപ്പോൾ പിക്ചർ ഒന്നുകൂടെ നോക്കുക, ഏറ്റവും ടോപ്പിലെ സെല്ല് കണ്ടോ, ഏറ്റവും ടോപ്പിൽ നമ്മളിപ്പോൾ അനാട്ടമി പഠിപ്പിച്ചതും ഏറ്റവും ടോപ്പിലെ സെല്ല് കളർലെസ് ആണെന്നും അതൊരു എന്താ എപ്പിഡെർമസ് പോലെ ഫംഗ്ഷൻ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഇവിടെയും ഏറ്റവും ടോപ്പിലെ സെല്ല് കുറച്ച് ബിഗറായിട്ടുള്ള സെല്ലുകളാണ്. അങ്ങനത്തെ ഒരു 4 സെല്ലുകളാണ് മെയിനായിട്ടും അതിൻ്റെ ആ ഒരു ക്യാവിറ്റി, പുറത്തേക്കുള്ള ഔട്ടിലേക്കുള്ള ഓപ്പണിങ് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു സെല്ല് നമ്മൾ വിളിക്കുന്ന സെല്ല് പേരാണെന്ത്, ഈ കവർ സെൽസ്. എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്, ലാർജ് ആയിരിക്കും. ദ ടിപ്പ് ഓഫ് ദ നെക്ക് ഈസ് കവേർഡ് ബൈ 4 ലാർജ് കവർ സെൽസ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് വെൻഡർ ഈസ് സറൗണ്ടഡ് ബൈ എ 1 സെൽ തിക്ക് ജാക്കറ്റ്. ഇതിനും എന്താ, വെൻഡറിനും ഒരു ജാക്കറ്റ് ഉണ്ട്. അവിടെ ആന്ത്രിഡത്തിന് ജാക്കറ്റ് ഉണ്ടായിരുന്ന പോലെ ഇവിടെയും ഒരു 1 സെൽ തിക്കിനായിട്ടുള്ള ഒരു ജാക്കറ്റ് ഉണ്ട്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലാർജ് എഗ് ഓർ ഊസ്പിയർ.
ഇതിനകത്ത് ഈ വെണ്ടറിനകത്ത് കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. ആ സ്പേസിനകത്ത് എന്താ ലാർജ് എഗ്, oosphere ആൻഡ് എ സ്മോൾ വെൻട്രൽ കനാൽ സെൽ, ഒരു വെൻട്രൽ കനാൽ സെല്ലും ഉണ്ടാവും. അതുപോലെ നമ്മുടെ എന്താ ഫീമെയിൽ ഗമീറ്റ് ആയിട്ടുള്ള എഗ് സെല്ലും ഈ വെൻട്രറിനകത്ത് ഉണ്ടാവും. അതും നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാം. കണ്ടോ, വെൻട്രൽ ക്യാവിറ്റി ഉണ്ട്. ആ വെൻട്രൽ ക്യാവിറ്റിക്കകത്ത് നടുക്കായിട്ട് എഗ് സെല്ലുണ്ട്. അതുപോലെ ടോപ്പിലായിട്ട് വെൻട്രൽ കനാൽ സെൽസും ഉണ്ട്. 4 മുതൽ 6 വരെ നെക്ക് കനാൽ സെൽസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു വെൻട്രൽ കനാൽ സെൽസും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ നെക്ക് കനാൽ സെൽസും വെൻട്രൽ കനാൽ സെൽസും എന്താ ഇതിൻ്റെ ആ ഓപ്പണിങ്ങിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഒന്നും ഇതിനകത്തേക്ക് വരണ്ട, എന്താ നമ്മുടെ ആന്ത്രോസോയിഡ്സ് തന്നെ വന്നാൽ മതി എന്നൊരു സെൻസിലാണ്. അപ്പോൾ ആന്ത്രോസോയിഡ്സിന് ഇതിനകത്തേക്ക് വന്നെങ്കിൽ എന്താ ഇതിനെ ഡീജനറേറ്റ് ഈ സെല്ലുകളെ നശിപ്പിച്ചിട്ട് ഡീജനറേറ്റ് ചെയ്തുകൊണ്ടാണ് ആന്ത്രോസോയിഡ്സ് വരുന്നത്. അതിനകത്ത് പർട്ടിക്കുലർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനുകളോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള കെമിക്കലുകളൊക്കെ ആന്ത്രോസോയിഡ്സിനകത്ത് ഉണ്ടാവാം. സോ അത് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ വാട്ടർ വരുമ്പോഴാണ് നമ്മളിത് നടക്കുന്നുള്ളൂ. ആ വാട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയോ ഒക്കെ ഇതെന്ത് ചെയ്യും, ഇത് ഡീജനറേറ്റ് ചെയ്യുന്നു. ആ ടൈമിലാണ് ആന്ത്രോസോയിഡ്സ് സ്വിം ചെയ്ത് എഗ്ഗിൻ്റെ അടുത്ത് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെയൊക്കെ ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് അക്രോസോം വെസിക്കിളിനകത്തുള്ളൊരു കെമിക്കലാണ് സ്പേം. അത് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സെല്ലിനകത്തേക്ക് കയറുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനും കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ ഇംബിബിഷൻ കൊണ്ടും ഡീജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. അപ്പോൾ ആന്ത്രോസൈറ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ട് ആന്ത്രോസോയിഡ്സ് ഉണ്ടാകുന്നു. നമ്മുടെ വെൻഡറിനകത്ത് എഗ് സെല്ലും ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യണം. അതെങ്ങനെയാണ് ഫ്യൂസ് ചെയ്യുന്നത്? റെയിനി സീസൺ വരുമ്പോഴത്തേക്ക് ആന്ത്രോസോയിഡ്സ് വെള്ളത്തിൽ കൂടെ സ്വിം ചെയ്തിട്ട് എവിടെ വരും, എഗ്ഗിനകത്ത് വന്ന് അത് തമ്മിൽ ഫ്യൂസ് ചെയ്യണം. ഇതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ പ്രസൻസിൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ആന്ത്രോസോയിഡ്സിന് എഗ്ഗിലേക്ക് റീച്ച് ചെയ്യണമെങ്കിൽ വെള്ളം എന്നൊരു മീഡിയം വളരെ ആവശ്യമാണ്. ആസ് ദ ആന്ത്രീഡിയം മെച്യൂർ ആൻഡ് ദ ആൻഡ്രോസൈറ്റ് മെറ്റാമോർഫസ് ടു ആന്ത്രോസോയിഡ്സ്. ആന്ത്രീഡിയം മെച്യൂർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആൻഡ്രോസൈറ്റ് അല്ലെങ്കിൽ ആൻഡ്രോസോയിഡ്സ് മദർ സെല്ലുകൾ ഡെവലപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെറ്റാമോർഫോസ് ചെയ്തിട്ട് എന്താവും, ആന്ത്രോസോയിഡ്സ് ആയിട്ട് മാറും. ജസ്റ്റ് ബിഫോർ ഫെർട്ടിലൈസേഷൻ നെക്ക് കനാൽ ആൻഡ് വെൻട്രൽ കനാൽ സെൽസ് ഓഫ് ആർക്കഗോണിയം ഡിസിൻറ്റഗ്രേറ്റ് ടു ഫോം എ മ്യൂസിലേജിനസ് സബ്സ്റ്റൻസ് വിച്ച് ഇംബൈബ്സ് വാട്ടർ. ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യമായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. നെക്ക് കനാൽ സെൽസും വെൻട്രൽ കനാൽ സെൽസും നമുക്കൊരു തടസ്സമാണ്. ആന്ത്രോസോയിഡ്സിന് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാധനമാണ്. സോ അവർ ഫെർട്ടിലൈസേഷൻ നടക്കുമെന്നൊരു ഉറപ്പാകുന്നൊരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ. മഴ പെയ്തു, വെള്ളം വരുന്നു, ഓക്കെ, ഇത് മെച്യൂർഡായിട്ട് ഇരിക്കുവാണെങ്കിൽ ഇത് വന്നാൽ മതി, അല്ലെങ്കിൽ ആന്ത്രോസോയിഡ്സ് വന്നാൽ മതി എന്ന് അത്രയും മെച്യൂർഡായിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ, ആ പർട്ടിക്കുലർ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ നെക്ക് കനാൽ സെൽസും വെൻട്രൽ കനാൽ സെൽസും ഈ വാട്ടറിനെ ഇംബൈബ് ചെയ്തിട്ട് അബ്സോർവ് ചെയ്തിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു മ്യൂസിലേജിനസ് സബ്സ്റ്റൻസ് ആകുന്നു. മ്യൂസിലേജിനസ് ആകുമ്പോഴുള്ള കുഴപ്പമില്ല, ഒരു മ്യൂസിലേജിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തെന്നി അകത്തേക്ക് കയറാൻ എളുപ്പമുണ്ടെന്നൊരു രീതിയിലൊരു മ്യൂസിലേജിനസ് സബ്സ്റ്റൻസ് ആകും. അപ്പോൾ ആന്ത്രോസോയിഡ്സിന് സ്വിം ചെയ്ത് അകത്തേക്ക് കയറാനായിട്ട് കുറച്ച് എളുപ്പമായി തീരുന്നു. സോ എന്ത് ചെയ്യുന്നു, just before fertilization the neck canal cell and ventral canal cells of the archegonium disintegrate to form mucilaginous substance which imbibes water. Okay, the next point, the imbibition force with the neck causes separation of cover cell from one another. ഇനി നമുക്ക് വേറൊരു തടസ്സം നിൽക്കുന്ന നമ്മുടെ പോർ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒരു 4 ലാർജ് ആയിട്ടുള്ള കവർ സെല്ലുകളുണ്ട്. അപ്പോൾ ഇവർ വെള്ളത്തെ അകത്തേക്ക് ഇംബൈബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിൻ്റെ ബലത്തിൽ ആ വെള്ളത്തെ അകത്തേക്ക് വലിക്കാനുള്ള നമ്മുടെ നെക്ക് കനാൽ സെൽസിൻ്റെയും വെൻട്രൽ കനാൽ സെൽസിൻ്റെയും ആ ഒരു ശക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ കവർ സെല്ലുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അത് തമ്മിൽ മുട്ടിയിരിക്കുന്ന സെല്ലുകൾ സെപ്പറേറ്റ് ചെയ്ത് അവിടെ എന്താവും, ഒരു ക്യാവിറ്റി പോലെ അല്ലെങ്കിൽ ഒരു പോർ പോലെ ഒരു ഹോൾ ഉണ്ടാകുന്നു. ദസ് എ ഫ്രീ പാസേജ് കോൾഡ് നെക്ക് കനാൽ. അപ്പോൾ അവിടെ ഒരു പാസേജ് നമുക്ക് ആന്ത്രോസോയിഡ്സിന് കടന്നു വരാനായിട്ടുള്ളൊരു പാസേജ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അതിനാണ് നമ്മൾ നെക്ക് കനാൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നു, ഇറ്റ്സ് ഫോർമഡ് ഫോർ ദ എൻട്രി ഓഫ് ആന്ത്രോസോയിഡ്സ് ഇൻ ടു ദ ആർക്കിഗോണിയം. അതിലൂടെയാണ് നമ്മുടെ ആന്ത്രോസോയിഡ്സ് ഇതിനകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാലോ കുറേ അധികം ആന്ത്രോസോയിഡ്സ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ലക്കിയസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സിൽ ഒരെണ്ണം മാത്രം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകുന്നു അല്ലേ. രണ്ടും ഹാപ്ലോയിഡ് ആയിരുന്നു, രണ്ട് ഗമീറ്റും അതെ, മെയിലും ഫീമെയിലും ഹാപ്ലോയിഡ് ആയിരുന്നു. അത് ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടായി, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി. ഓക്കെ, അതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുക.
നമ്മൾ വേറൊരു പോയിന്റ് പറഞ്ഞിരുന്നു, ഇതിന് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. ഓക്കെ, എന്താണ് രണ്ട്, അതായത് ഹാപ്ലോയിഡ് ജനറേഷനെയും ഡിപ്ലോയിഡ് ജനറേഷനും മാറിക്കൊണ്ടേയിരിക്കുന്നത്. അത് നമ്മൾ ജനറൽ ക്യാരക്ടറൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ കേസാണ്. റിക്സിയുടെ കേസിലും അതങ്ങനെ തന്നെ. എന്താ ഇതിൽ ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ 2 സെൽ അല്ല 2n കണ്ടീഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ അതെന്താണ്, സ്പോറോഫൈറ്റിക് ജനറേഷൻ. സോ സൈഗോട്ട് എന്ന് പറയുന്നത് എന്താ, സ്പോറോഫൈറ്റിക് ജനറേഷൻ്റെ ഒരു തുടക്കമാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്പോറോഫൈറ്റ് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റുകളാട്ടോ. ഇവിടുത്തെ ബ്രയോഫൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്പോറോഫൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ഗെമറ്റോഫൈറ്റ്. മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗെമറ്റോഫൈറ്റ് ആയിരിക്കും. സ്പോറോഫൈറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്നൊരു സാധനം മാത്രമാണ്. പിടികിട്ടിയല്ലോ. സോ ഇവിടെ എന്താണ്, ദ ഡിപ്ലോയിഡ് സൈഗോട്ട് ഇസ് എ മദർ സെൽ ഓഫ് സ്പോറോഫൈറ്റിക് ജനറേഷൻ. അടുത്ത ജനറേഷനിലേക്ക് എത്തുവാണ്. ഇനി ഡിപ്ലോയിഡ് ജനറേഷനാണ്. ഇവിടെ എന്താ, ഡിപ്ലോയിഡ് ജനറേഷൻ വീണ്ടും ഹാപ്ലോയിഡ് ജനറേഷനിലേക്ക് മാറാനായിട്ട് ഒരു കൈൻഡ് ഓഫ് ഡിവിഷൻ നടന്നാൽ മതി. അതായത് ഡിവിഷനാണ് മിയോസിസ് നടക്കണം. ഓക്കെ, മിയോസിസ് നടക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, കുറച്ച് സ്പോർ ഫോം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ നോക്കുക, ഇറ്റ് സെക്രീറ്റ്സ് എ വാൾ അറൗണ്ട് ആൻഡ് ഇൻക്രീസ് ദ സൈസ് ആൻഡ് ഒക്കുപ്പൈസ് ദ എൻറ്റയർ ക്യാവിറ്റി ഓഫ് ദ വെൻട്രൽ. എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗെമേറ്റ് ഡെവലപ്പ് ചെയ്യണം. ഇറ്റ് സെക്രീറ്റ് അല്ലെങ്കിൽ അത് എംബ്രിയോ ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ഇറ്റ് സെക്രീറ്റ്സ് എ വാൾ അറൗണ്ട്, അതിന് ചുറ്റും തന്നെ എന്തുണ്ടാകുന്നു, ഒരു വാൾ ഫോം ചെയ്യുന്നു. ഫോം ചെയ്തിട്ട് നമ്മുടെ ഒരു ക്യാവിറ്റി ഉണ്ടല്ലോ, എന്താ വെൻറ്ററിൻ്റെ ആ ഒരു എന്താ ഇരിക്കുന്ന കുറേ വെൻറ്റർ ക്യാവിറ്റി ഉണ്ടല്ലോ, ആ ക്യാവിറ്റി ഫുൾ അങ്ങ് ഫില്ല് ചെയ്യുവാണ്. അത് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ അകത്തുള്ള സെല്ലുകൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അത് ഫുള്ള് ഫില്ല് ചെയ്യുന്നു. ആ വെല്ല് ഡിവൈഡ് ചെയ്തിട്ട് എന്താ അകത്തുള്ള സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ടാണ് സ്പോർ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ദ വാൾ ഓഫ് വെൻട്രൽ വാൾ, വെൻട്രറിൻ്റെ ഒരു വാൾ ഉണ്ടാവുമല്ലോ, ആ വാൾ ഡിവൈഡ് ചെയ്തിട്ട് 2 ലെയറായിട്ട് എന്താവും, രണ്ട് ലെയറായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിൻ്റെ പേരാണ് കാലിപ്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പോറോഫൈറ്റിൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എന്താ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ആ വെൻട്രൽ ക്യാവിറ്റിനെ കൊണ്ടുവരുന്നു. അപ്പോൾ വെൻട്രൽ വാളിലുള്ള സെല്ലുകൾ എന്ത് ചെയ്യുന്നു, ഡിവിഷൻ നടന്നിട്ട് ഒരു 2 ലെയറായിട്ട് പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാകുന്നു. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത സൈഗോട്ടിന് ചുറ്റുമായിട്ട് ഉണ്ടാകുന്നു. സോ അതിനെ നമ്മൾ എന്താ പറയുക, കാലിപ്ട്ര എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ മെച്യൂർ സ്പോറോഫൈറ്റ് ഓഫ് റിക്സിയ റെപ്രസെൻറ്റ് ഓൺലി എ സ്പോർ സാക്ക് ഓർ ക്യാപ്സ്യൂൾ. അത്രയും ഒരു സ്ട്രക്ചർ, ആ സ്പോർ സാക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ എന്നും വിളിക്കാറുണ്ട്. ക്യാപ്സ്യൂൾ എന്നുള്ള പ്രയോഗം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്യൂണേറിയ പോലത്തെ ബ്രയോഫൈറ്റിലാണ് നമ്മൾ കൂടുതലും പ്രയോഗിക്കുന്നത്. ഇവിടെ ജനറലി നമ്മൾ എന്താ, അതൊരു സ്പോർ സാക്കാണ്, സ്പോറിൻ്റെ ഒരു സഞ്ചി ആയിട്ട് അങ്ങനത്തെ ഒരു അത്രയേ ഉള്ളൂ ഇതിനകത്ത് സ്പോറോഫൈറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത്. അത്രയും ഇത് ജിയോമെറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സ്ട്രക്ചർ, വളരെ ചെറുതാണ് ഇതിനകത്ത് സ്പോറോഫൈറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ഡിവിഷൻ നടന്നു, കുറേ റൗണ്ട് ഓഫ് ഡിവിഷൻ നടന്നിട്ട് ഇതിനകത്ത് നിറച്ച് സെല്ലുകളുണ്ടാവും. അത് സ്പോർ മദർ സെല്ലുകളാണ്. ആ സ്പോർ മദർ സെല്ലുകൾക്ക് എന്ത് കൈൻഡ് ഓഫ് ഡിവിഷൻ നടക്കും, മിയോട്ടിക് ഡിവിഷൻ നടക്കും. കാരണം ഇതെന്താ, ഇത് ഡിപ്ലോയിഡാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത് ഡിപ്ലോയിഡ് ആയതുകൊണ്ട് ആ സ്പോർ മദർ സെല്ലുകൾക്ക് എന്ത് നടക്കും, മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറുകളുണ്ടാവും. മനസ്സിലാവും, ഓരോ സെല്ലും മിയോസിസ് നടന്നിട്ട് 4 സ്പോർ വെച്ചുണ്ടാവും. സ്പോർ ടെട്രാഡ് എന്നൊക്കെയാണ് ഞാൻ വിളിക്കുക. അപ്പോൾ 4 സ്പോറുകൾ വെച്ചുണ്ടാവുന്നു. അതിനുശേഷം ഫേവറബിൾ കണ്ടീഷനിൽ ഇത് പുറത്ത് പോയിട്ട് ഓരോ സ്പോറും ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നത്, ഒരു പുതിയ താലസായിട്ട് ഉണ്ടാകുന്നു, ഗെമറ്റോഫൈറ്റിക് താലസ് ഉണ്ടാകുന്നു. അതിൽ വീണ്ടും എന്താ ഇതുപോലെ ആന്ത്രിയോ ആർക്കിഗോണിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. ഇതൊരു സൈക്കിള് പോലെ അങ്ങനെയാണ് ഇങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ. ഈ ലൈഫ് സൈക്കിളിൽ 2 ജനറേഷൻ ഉണ്ടെന്ന് കൂട്ടുക. എന്താ, സ്പോറോഫൈറ്റിക് ജനറേഷനുണ്ട്, ഗെമറ്റോഫൈറ്റിക് ജനറേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് നമ്മൾ എന്ത് പറഞ്ഞത്, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞ കാര്യം കൂടിയാണ് അത്. അപ്പോൾ മനസ്സിലാക്കുക, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ദ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ലാക്സ് ബോത്ത് ഫൂട്ട് ആൻഡ് സീറ്റ. അതെന്താണെന്ന് ഇപ്പോൾ പറയാൻ നമുക്ക് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രയോഫൈറ്റിൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ബ്രയോഫൈറ്റാണ് റിക്സിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു ബ്രയോഫൈറ്റാണ് റിക്സിയ എന്ന് പറഞ്ഞത്. കാരണം അതെന്താ, അതേത് ഗ്രൂപ്പിനകത്ത് വരുന്ന ഹെപ്പാറ്റിക്കോപ്സിഡയിൽ വരുന്ന, ഹെപ്പാറ്റിക്കോപ്സിഡ പ്രിമിറ്റീവാണ്. അതിലും കുറച്ചുകൂടെ അഡ്വാൻസ് ആന്ത്രോസെറോറ്റോപ്സിഡയാണ്, കുറച്ചുകൂടെ അഡ്വാൻസ് എന്താണ് ബ്രയോപ്സിഡയാണ്. അപ്പോൾ പ്രിമിറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ സ്പോറോഫൈറ്റ് വളരെ മൈന്യൂട്ടാണെന്ന് പറഞ്ഞു, വെറുതെ ഒരു സ്പോർ സാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഫ്യൂണറിയിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ബ്രയോപ്സിഡിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ സ്പോറോഫൈറ്റ് കുറച്ചുകൂടെ വെൽ ഡെവലപ്ഡ് ആയിരിക്കും. അതിന് വേറെ സ്ട്രക്ചർ ഉണ്ടാകും. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്യൂണറിയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ തല വെട്ടി കളിക്കുന്ന ആ ഒരു പ്ലാന്റ്, ആ പ്ലാന്റിന് മുകളിൽ ഇങ്ങനെ തല വെട്ടുന്ന പോലത്തെ ആ സ്ട്രക്ചർ ക്യാപ്സ്യൂളാണ്.
അതിനൊരു സ്റ്റോക്ക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ സീറ്റ എന്ന് പറയുന്നതും അതിൻ്റെ ഏറ്റവും ബേസ് പോർഷനാണ് ഫൂട്ട് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനത്തെ സ്ട്രക്ചറുകൾ അത്രയും ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജുകളൊന്നും ജനറലായിട്ട് റിക്സിയുടെ സ്പോറോഫൈറ്റ് ഇല്ല. ഇത് ജസ്റ്റ് സ്പോർ സാക്ക് അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത്രയുമാണ് റിക്സിയുടെ റീപ്രൊഡക്ഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ റിക്സിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നോക്കി. മോർഫോളജി എങ്ങനെയാണെന്ന് നോക്കി. ഡോർസോ വെൻട്രി ഫ്ലാറ്റൻ്റ് ആണ്, ഗ്രീൻ കളറുണ്ട്, അതുപോലെ ലോബായിട്ട് തീർന്നു, ഡൈക്കോട്ടംസ് ബ്രാഞ്ചിങ് ആണ്, കുറേ പോയിൻ്റ് നോക്കി. അതുപോലെ വെൻട്രൽ സൈഡ് സ്കെയിലുകളുണ്ട്, റൈസേഴ്സ് ഉണ്ട്, റൈസേഴ്സ് 2 ടൈപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും. അതുപോലെ അനാട്ടമി, സ്റ്റോറേജ് റീജിയനും ഫോട്ടോസിന്തറ്റിക് റീജിയനും ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് റീജിയനാണ് ക്ലോറോഫില്ലുള്ളത്, അതിനകത്ത് എയർ ചേമ്പറുകളുണ്ടെന്നും മറ്റേത് സ്റ്റോറേജ് റീജിയനെ സ്റ്റോർ ചെയ്യുന്നതാണെന്നും കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണെന്നും അവിടെ നിന്നാണ് സ്കെയിലുകളും ഇതും ഉണ്ടാകുന്നത്, റൈസോഴ്സൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളും അങ്ങനത്തെ ക്യാരക്ടറുകളെല്ലാം നോക്കി. ആ കൂടെ തന്നെ ഇതിൻ്റെ റീപ്രൊഡക്ഷൻ നോക്കി. റീപ്രൊഡക്ഷൻ്റെ പറഞ്ഞാൽ വെജിറ്റേറ്റീവ് ടൈപ്പ് ഉണ്ട്, അതുപോലെ സെക്ഷൽ ടൈപ്പ് ഉണ്ട്. വെജിറ്റേറ്റീവ് പ്രധാനമായിട്ട് 5 മോഡലാണ് നടക്കുന്നതെന്നും സെക്ഷൽ ടൈപ്പ് എങ്ങനെയാണ് നടക്കുന്നതും അതുപോലെ സ്പോറിൻ്റെ ജെർമിനേഷനും ഡെവലപ്മെൻറ്റും എങ്ങനെയാണെന്നും ഇത്രയും കാര്യങ്ങളോടുകൂടി റിക്സിയ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 3ാമത്തെ ക്ലാസ്സിന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതുപോലെ തന്നെ ഇതിൽ തന്നെ ഹെപ്പാറ്റിക്കോപ്സിൽ തന്നെ വരുന്ന മാർക്കാൻഷ്യ എന്നൊരു സ്പീഷീസാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. ഇനി അതും അല്ലെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞു 4 ക്ലാസ്സുകൾക്ക് ശേഷം, ഇനി ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഒരു ക്ലാസ് വിളിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡൗട്ടുകൾ എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ഓരോ ഡൗട്ടും നമുക്ക് ക്ലിയർ ചെയ്ത് ആ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, ഇതോടുകൂടി ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.